എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം പാലക്കാട് എത്തും. കേരളം NDAക്കൊപ്പമാണെന്നും LDF UDF ദുർഭരണത്തിൽ ജനങ്ങൾക്ക് അതൃപ്തിയുണ്ടെന്നും എക്സിൽ പ്രധാനമന്ത്രി കുറിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം 2:30 പാലക്കാട്ടെത്തുന്ന പ്രധാനമന്ത്രി 12 മണ്ഡലങ്ങളിൽ നിന്നുള്ള സ്ഥാനാർത്ഥികളുമായി വേദി പങ്കിടും. തൃശൂരിലെ റോഡ് ഷോയിലും പ്രധാനമന്ത്രി പങ്കെടുക്കുന്നുണ്ട്. പാലക്കാട് നിന്ന് ദീപക് ധർമ്മടവും ഗോകുൽ കെ വേണുഗോപാലും, ഒപ്പം തൃശൂരിൽ നിന്ന് ഷഫീദ് റാവുത്തറും വിപിൻ സി വിജയനും ചേരുകയാണ് വിവരങ്ങൾ നൽകാനായി. ആദ്യം ദീപക് ധർമ്മടത്തിലേക്ക് പോകാം. ദീപക്, വലിയ ആവേശമുണ്ടാകും സ്വാഭാവികമായും. പ്രധാനമന്ത്രി നേരിട്ടെത്തുമ്പോൾ BJP ക്യാമ്പിന് എവിടെ വരെയായി അവിടെ ക്രമീകരണങ്ങളൊക്കെ? അശ്വിത, പാലക്കാട് പ്രധാന വേദിയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, സ്റ്റേജിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുന്ന സ്റ്റേജിൽ ദൃശ്യങ്ങളിൽ കാണാം. BJPയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ, സ്ഥാനാർത്ഥികളെല്ലാം ഉണ്ട്. മലമ്പുഴയിലെ സ്ഥാനാർത്ഥി കൃഷ്ണകുമാറിനെ കാണാം. പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. പക്ഷേ ഇതിന് ശേഷം പ്രധാനമന്ത്രിയോടൊപ്പമായിരിക്കും മറ്റു നേതാക്കളും സ്ഥാനാർത്ഥികളും എത്തുന്നത്. നമ്മൾ ഇനിയിപ്പോൾ രാജേഷ് വളരി കൊണ്ടൊന്ന് ക്യാമറ പാൻ ചെയ്താൽ നമ്മൾ സദസ്സിലേക്ക് വരുമ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ആവേശത്തോടുകൂടി വലിയ തോതിൽ പ്രവർത്തകർ നിൽക്കുന്നത് കാണാം. വലിയ രീതിയിൽ അവർ ബോലോ ഭാരത് മാതാ കി ജയ് മുദ്രാവാക്യങ്ങളൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുന്നു പ്രവർത്തകർ വലിയ ആവേശത്തിലാണ്. എന്നാൽ അതേ സമയത്ത് തന്നെ പ്രധാനമന്ത്രിയുടെ പരിപാടി ആയതുകൊണ്ട് സുരക്ഷാ ക്രമീകരണങ്ങൾ കൃത്യമായി പാലിച്ചു പോകണം എന്നുള്ളത് കൂടിയുണ്ട്. ആ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾക്ക് വിധേയമായിക്കൊണ്ട് ബാരിക്കേഡിനുള്ളിൽ സുരക്ഷാ പരിശോധനകളെല്ലാം പൂർത്തിയാക്കിയാണ് അവരെത്തിയിരിക്കുന്നത്. ഒരു പ്രധാനപ്പെട്ട കാര്യം, പാലക്കാട് പ്രത്യേക സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. റേഞ്ച് IG രാജ്പാൽ മീണ, അതുപോലെ കണ്ണൂർ DIG യതീഷ് ചന്ദ്ര, ഇവർ രണ്ടുപേരും ഇവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ടാണ് സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം തന്നെ നമുക്ക് ദൃശ്യങ്ങളിൽ ഇപ്പോൾ കാണാം. യതീഷ് ചന്ദ്രയും അതുപോലെ രാജ്പാൽ മീണയും എല്ലാം ഈ സ്ഥലത്ത് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാം. അവസാനവട്ട പരിശോധനയാണ് പോലീസിന്റെ നടക്കുന്നത്. പ്രധാനമന്ത്രി എത്തുന്നതിന് മുന്നേ ഈ വെന്യൂവിലെ അവസാനവട്ട ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ പരിശോധനയാണ് നടക്കുന്നത്. ഈ പരിശോധന കൂടി കഴിഞ്ഞാൽ പൂർണ്ണമായും ഇത് SPGക്ക് വിട്ടുകൊടുക്കും. പിന്നീട് SPGയുടെ നിയന്ത്രണത്തിലായിരിക്കും ഈ വെന്യൂ പൂർണ്ണമായും ഉണ്ടാവുക. കാരണം സാധാരണ പ്രധാനമന്ത്രിയുടെ പരിപാടിക്ക് അങ്ങനെയാണ്, SPGയാണ് സുരക്ഷാ ക്രമീകരണങ്ങളുടെ നിയന്ത്രണ ചുമതലയുള്ളത്. നമ്മൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിലെ ആദ്യത്തെ പ്രധാനമന്ത്രിയുടെ പ്രസംഗം. അതാണ് ഇപ്പോൾ നമ്മൾ പാലക്കാട് കേൾക്കാൻ പോകുന്നത്. അതെന്തായിരിക്കും എന്നുള്ളതാണ്. ഇന്ന് ഓശാന പെരുന്നാളാണ്. സ്വാഭാവികമായും ക്രൈസ്തവ വോട്ട് ബാങ്കിൽ നിന്നും വലിയൊരു വോട്ട് BJP പ്രതീക്ഷിക്കുന്നു. അതിൽ 2020 ഉണ്ട്. അത്തരത്തിൽ നേരത്തെ തന്നെ ബിഷപ്പുമാരുമായുള്ള കൂടിക്കാഴ്ച BJP പൂർത്തിയാക്കിയിരുന്നു. പ്രധാനമന്ത്രി നേരിട്ട് തന്നെ ബിഷപ്പുമാരുമായി കണ്ടിരുന്നു. അത്തരത്തിലുള്ള രാഷ്ട്രീയ അനുകൂല സാഹചര്യങ്ങൾ എങ്ങനെയായിരിക്കും പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൽ എത്തുക എന്നുള്ളതാണ് നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം. ഇതാ ഒരു അമ്മ മൊബൈൽ ഫോണിൽ കുടുംബത്തിലേക്ക് ദൃശ്യങ്ങൾ കാണിച്ചു കൊടുക്കുന്നതാണ് നമ്മൾ കാണുന്നത്. നമുക്ക് ഈ പ്രവർത്തകരോട് അവരുടെ ആവേശത്തെക്കുറിച്ച് ചോദിക്കാം. എത്ര മേൽ ആവേശത്തിലാണ്? നല്ല ആവേശത്തിലാണ്. ഞങ്ങൾ 9 മണി മുതൽ വെയിറ്റിംഗിലാണ്. വരുന്നത് ഞങ്ങൾ പാലക്കാട് ചിറ്റൂരിൽ നിന്നാണ് വരുന്നത്. എവിടുന്നാണ് വരുന്നത്? ചിറ്റൂരിൽ നിന്നാണ് വരുന്നത്. അതെ. എന്താണ് ഇത്രയും രാവിലെ തന്നെ വന്ന് കുത്തിരിക്കാൻ? അതെങ്ങനെ മോഡിജി ആണല്ലോ വരുന്നത്. സോ നമ്മളുടെ വീട്ടിലൊരാളാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പൊ ഞങ്ങൾക്ക് സമയം ഒരു വിഷയമില്ല. മോനെ, BJPക്ക് ഈ പ്രാവശ്യം അക്കൗണ്ട് തുറക്കാൻ സാധിക്കും, ഉറപ്പായി. എത്ര സീറ്റ് കിട്ടും? എത്ര സീറ്റ്? ഫുള്ള് കിട്ടും. കൂടുതൽ കിട്ടും. ഇപ്പൊ ഒരു സീറ്റ് പോലും ഇല്ല. അല്ലല്ല, കിട്ടും. ഇനി എല്ലാവരെക്കാളും കൂടുതൽ കിട്ടും. ഓക്കെ, നമ്മളിപ്പോൾ സാധാരണ പ്രവർത്തകരോടുള്ള അവരുടെ പ്രതികരണങ്ങളാണ് നമ്മൾ കേട്ടത്. കുറച്ചുകൂടി മുതിർന്ന പ്രായം ചെന്ന ആൾക്കാരിലേക്ക് നമ്മളൊന്ന് പോകണം. ചേട്ടാ, എന്താ BJPയുടെ അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറല്ല. നമുക്കിതാ വീണ്ടും ചെറുപ്പക്കാരിലേക്ക്. അത് ഇന്ത്യയുടെ വികസന നായകൻ മോദിയെ കാണാനായിട്ട് നമ്മൾ രാവിലെ തൊട്ട് കാത്തിരിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.